തിരുവനന്തപുരം മണ്ണത്തലയിൽ നേരത്തെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മരുതൂരിലാണ് സംഭവം. KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട KSRTC ബസ്സാണ് എതിരെ വന്ന ലോറിയിൽ ഇടിച്ചത്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ദുലേഖ നേരത്തെ അക്കാര്യങ്ങൾ പങ്കുവച്ചു. ഇന്ദുലേഖ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ദുലേഖ, എന്താണ് സംഭവം? വിശദവിവരങ്ങൾ പങ്കുവയ്ക്കൂ. മോത്തി, മണ്ണന്തല മരുതൂറിലാണ് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ബസ്സാണ് ലോറിയിൽ ഇടിച്ചത്. നിയന്ത്രണം നഷ്ടമായ ലോറി വന്ന് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മാത്രമല്ല, പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 ഡ്രൈവർമാർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ കാലിനാണ് പരിക്കേറ്റത്. ഏകദേശം അരമണിക്കൂറിലും ഇവരെ ഈ ബസ്സിനും ഉള്ളിലും ലോറിക്കുള്ളിലുമായിട്ട് ഡ്രൈവർമാർ കുടുങ്ങിക്കിടന്നു. 12ഓളം പേർക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ലോറി ഡ്രൈവറുടെ ഒഴിച്ച് ബാക്കി ആരുടെയും പരിക്ക് അതീവ ഗുരുതരമല്ല. പക്ഷേ ലോറി ഡ്രൈവറുടെ കാലിന് നന്നായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് ഇവർ 2 ഡ്രൈവർമാരെയും പുറത്തെടുത്തത്. നിലവിൽ ബസ്സും ലോറിയും അപകടത്തിൽ പെട്ടുകിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബസ് അവിടെ നിന്ന് വലിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘവും പോലീസും കൂടെ. അതുപോലെ തന്നെ അതെ, ഇവിടെ ഗതാഗതക്കുരുക്കുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും വെമ്പായത്തേക്ക് പോകുന്ന MC റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം റോഡിന്റെ മധ്യഭാഗത്തായിട്ട് തന്നെയാണ് ഈ വാഹനാപകടം നടന്നിരിക്കുന്നത്. ഒരു വണ്ടിയും ഇപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോവുക സാധ്യമല്ല. പിന്നെ വാഹനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ കൂടെ വഴിതിരിച്ച് വിടുന്നുണ്ട് നിലവിൽ. അതുമാത്രമല്ല, ആരുടെയും അപകടത്തിൽ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പോലീസ് അധികൃതർ പറയുന്നത്. പരിക്കേറ്റ എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണോ മാറ്റിയിരിക്കുന്നത്? ഈ സാരമായി പരിക്കേറ്റ ആളിനെയും അവിടെ തന്നെയാണോ ചികിത്സ നൽകുന്നത്? അതെ മോത്തി, നിലവിൽ എല്ലാവരെയും പോലീസ് എത്തി മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. ഡ്രൈവർമാർക്ക് മാത്രമാണ് അല്പം ഗുരുതരമായി തന്നെ പരിക്കേറ്റത്. അതായത് മഴയുണ്ട്. നേരത്തെ എന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനം അമിത വേഗത്തിൽ വന്നപ്പോൾ ബ്രേക്ക് ചെയ്ത് തെന്നി നീങ്ങിയതോ മറ്റോ ആണോ കാരണം? മോത്തി, വാഹനത്തിന്റെ വേഗതയെക്കുറിച്ച് വ്യക്തമല്ല. പക്ഷെ നിയന്ത്രണം നഷ്ടമായ ലോറിയാണ് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. രാവിലെ നമുക്കറിയാം പുലർച്ചെ എല്ലാം നേരിയ മഴയുണ്ടായിരുന്നു. ആ മഴയാണോ ഇനി നിയന്ത്രണം നഷ്ടമാവാൻ കാരണം, അല്ലെങ്കിൽ റോഡ് തെന്നിക്കിടക്കുകയായിരുന്നോ എന്നുള്ള മറ്റു വിവരങ്ങളൊന്നും പ്രാഥമികമായി ലഭ്യമല്ല. ശരി, ഇന്ദുലേഖ രേണുവാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. MC റോഡിലാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും ബസ്സും ലോറിയും വലിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ കാണുന്നത്. നമുക്കത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തത്സമയ ദൃശ്യങ്ങളിൽ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്കാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത്. നിലവിൽ KSRTC ഡ്രൈവർക്കും പരിക്കുണ്ട്. അല്പം കൂടുതൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഒപ്പമുള്ളവരെയും ഈ 2 ഡ്രൈവർമാരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ചികിത്സയ്ക്കായി എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപകട കാരണത്തെപ്പറ്റി വളരെ വ്യക്തമായ വിവരങ്ങൾ നിലവിൽ നമുക്ക് ലഭ്യമല്ല. വേഗത സംബന്ധിച്ച് ലഭ്യമല്ല. വാഹനം റോഡിൽ തെന്നി നീങ്ങിയതാവണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായി. എങ്കിലും അമിത വേഗത്തിലായിരുന്നോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ടായിരുന്നോ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനിയാണ് പരിശോധിക്കേണ്ടത്. ഏതായാലും ഉദ്യോഗസ്ഥ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. വിശദ വിവരങ്ങളൊക്കെ അവർ അന്വേഷിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്.